ഇപ്പോൾ ഈ നിമിഷത്തിലും വളരെ തിരക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ വളരെ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൗതുകരമായ, ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പ്രായമായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. ഏറെ വൈകിയും രാത്രി വൈകിയും നിന്ന നിരകളിലൊക്കെ പ്രായമായ സ്ത്രീകളാണ്. ഓരോ ആഗ്രഹ സാഫല്യങ്ങളാണ്, ഓരോ പ്രാർത്ഥനകളാണ് ഓരോ പൊങ്കാലയും എന്ന് പറയുന്നത്. വലിയ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പോൾ ചടങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാന ചടങ്ങ്, അതായത് നമുക്കറിയാം കുംഭം മാസത്തിലെ കാർത്തിക നാളിലാണ് ഈ ഉത്സവത്തിന് കൊടിയേറുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആറ്റുകാലിലെ ഉത്സവം എന്ന് പറയുന്നത്. 9ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന ഈ ദിവസം, അതായത് ഇന്ന് 9ാം ദിവസമാണ്. നാളെയാണ് കൊടിയിറങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല നിവേദ്യം ഇന്നാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ദിവസം ഇന്നാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുണ്ട്. ഒപ്പം ഇവിടെ പല സ്ഥലത്തും ആളുകൾ ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കിഴക്കേക്കോട്ടയിലേക്ക് അടക്കം നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അവിടെ അഞ്ജന അൽകുമാർ കാത്തിരിക്കുന്നുണ്ട്. അഞ്ജന, ഇവിടുത്തെ വിശേഷം എങ്ങനെയാണ്? ക്ഷേത്ര പരിസരമൊക്കെ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, വളരെ ഭക്തിസാന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ക്ഷേത്ര പരിസരം വിട്ടുകഴിഞ്ഞാൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അർച്ചന അവിടെ നിന്നുള്ള കാഴ്ചകൾ? തലസ്ഥാന നഗരി ആകെ ഭക്തിസാന്ദ്രമാണ്. ഞാനിപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ട് മുൻപിലാണുള്ളത്. ഇവിടെ ഭക്തരെല്ലാം തന്നെ രാവിലെ തന്നെ വ്രതശുദ്ധിയോടുകൂടി എത്തി കുളിയെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി ഇതിനുശേഷം ഇവർ പൊങ്കാല അർപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തോളമായുള്ളൊരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സഫലമാകാൻ പോകുന്നത്. അതിനാൽ തന്നെ പുതിയതായി വാങ്ങിയ മൺകലവും അരിയും നാളികരവും എല്ലാം തന്നെ സജ്ജമാണ്. ഇനി പൊങ്കാല അർപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ബാക്കിയുള്ളത്. പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ടത് വളരെയധികം സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ഇത്രയധികം സ്ത്രീകൾ ഇവിടെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിട്ടുള്ളത്. അവരെല്ലാം തന്നെ ഐക്യത്തോടുകൂടി ജാതിമത ഭേദമന്യേയാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ആറ്റുകാൽ അമ്മയുടെ കടാക്ഷം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണേ, ഈ വരും വർഷം ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടിയാകണേ എന്ന ഒരേ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത്രയേറെ സ്ത്രീകൾ ഈ ക്ഷേത്ര പരിസരത്ത് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലാണ്. മറ്റു നടകളിലെല്ലാം തന്നെ ഇത് തന്നെയാണ് കാഴ്ച. ഒരുപാട് സ്ത്രീകൾ രാവിലെ മുതൽ ദർശനം നടത്തിയതിനു ശേഷം പൊങ്കാലയടുപ്പിന് സമീപം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പായസം നേദിക്കണം, അതുകൂടാതെ മറ്റ് നിവേദ്യങ്ങളുണ്ട്, അതിനായുള്ള തയ്യാറെടുപ്പുകളുണ്ട്. അതിൻ്റെ എല്ലാം ഒരു തിരക്കിലാണ് ഇവിടെയുള്ള ഭക്തരെല്ലാം തന്നെ. ആറ്റുകാലമ്മയുടെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എവിടെ നിന്നാ? പോത്തങ്കോട്. എപ്പോഴും വരാറുണ്ടോ പൊങ്കാല? എല്ലാ വർഷവും വരാറുണ്ട്. എത്രാമത്തെ പൊങ്കാലയാ ഇത്? ഒരു 50, എനിക്ക് 6 വയസ്സുള്ളപ്പോഴേ ഉണ്ട്. ഇത്രയും വർഷം? 50 വർഷമായി എത്തുന്നുണ്ടല്ലേ? കുഞ്ഞിലേ വരും. ആറ്റുകാലമ്മ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. എന്റെ ഭാഗമാണ്. എനിക്ക് ചോറ് തന്നതും അവിടെയാണ്. എവിടെയാ അടുപ്പ് കൂട്ടിയേക്കുന്നത്? എവിടെയാ? ഇവിടെ നടയിൽ, തമ്പുരാന്റെ നടയിൽ. 50 വർഷമായി പൊങ്കാല മുടങ്ങാതെ അർപ്പിക്കുന്ന ഒരു ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. അവരുടെ എല്ലാം ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് ആറ്റുകാലമ്മ. അമ്മയുടെ അനുഗ്രഹമില്ലാതെ അവരുടെ ജീവിതം പൂർണ്ണമല്ല. മംഗല്യായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ വേണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി ഭക്തരിങ്ങനെ അണിനിരന്നിരിക്കുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. നമുക്കറിയാം ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്, വലിയ ചൂടൊന്നുമില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ചൂടാകും. പക്ഷേ അങ്ങനെയുള്ള കാലാവസ്ഥകളൊന്നും തന്നെ ഈ ഭക്തർക്ക് ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അനുഗ്രഹം വേണം, അമ്മയ്ക്ക് മുൻപിൽ നിവേദ്യം നേദിക്കാൻ കഴിയണം. അതൊരു ഭാഗ്യമായി, അതൊരു സുഹൃതമായി കൊണ്ടു നടക്കുന്ന സ്ത്രീകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മാല കോർക്കുന്നുണ്ട്, മറ്റ് അടുപ്പ് കൂട്ടാനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. എല്ലാ രീതിയിലും അവരെല്ലാം തന്നെ സന്തോഷത്തോടു കൂടി ക്ഷേത്ര ദർശനത്തിനൊക്കെ ശേഷം ഇവിടെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. പായസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണോ ചേച്ചി? അതെ. ശർക്കര പായസമാണോ? ശർക്കര പായസമുണ്ട്, മണ്ടപ്പുറ്റുണ്ട്. അതിനുവേണ്ടി. തിരുവനന്തപുരത്താണോ വീട്? അല്ല, എൻ്റെ വീട് മാവേലിക്കര. എല്ലാ വർഷവും എത്താറുണ്ടോ മാവേലിക്കരയിൽ? എല്ലാ വർഷവും എത്തും. കൊറോണ കാലത്ത് മാത്രം എത്തിയില്ല. രാവിലെ നന്നായി തൊഴാനൊക്കെ പറ്റിയോ? പറ്റി. ദൂരെ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഭക്തരെത്തി. തലസ്ഥാന നഗരിയുടെ ആഘോഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരളം മൊത്തമാണ് ഈ പൊങ്കാല ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയുടെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നത് കൊച്ചുകുട്ടികളൊക്കെ അമ്മമാരോടൊപ്പം അതിരാവിലെ എത്തി അവരുടെ ഒപ്പം ഈ
പൊങ്കാല അർപ്പിക്കുന്നതിന് സമീപം ഇരിക്കുവാണ്. അവർക്കെല്ലാം തന്നെ ഈ ഒരു വിശ്വാസത്തിൽ അത്രയേറെ ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. ആ ഒരു കടാക്ഷം എന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ മൺകലമെല്ലാം തന്നെ അടുപ്പിലെടുത്തു വെച്ച് കുറച്ച് മണിക്കൂറുകൾ നല്ല ചൂടും കടന്നു വരാനുള്ള സമയമാണ്. അപ്പോൾ ആ ചൂടൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഊർജ്ജത്തോടെ തന്നെ ഇനിയും തുടരുക എന്നുള്ളതാണ് അഞ്ജനയോട് പറയാനുള്ളത്. കുട്ടികൾ ഉൾപ്പെടെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് വേറൊരു സ്ഥലത്തേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധ പൊങ്കാലയിലേക്ക് അവിടെ ആശാവർക്കർമാരും പൊങ്കാല ഇടുന്നുണ്ട്. അവരുടെ ഒരു പ്രതീക്ഷയുടെ പൊങ്കാല കൂടിയാണ് ഇത്തവണ. റിനു ശ്രീധറാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും. റിനു, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു പ്രതീക്ഷയുടെ പൊങ്കാലക്കലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഉയർന്നു കേൾക്കുന്നത് ശരണമന്ത്രങ്ങളാണ്. അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള ശരണമന്ത്രമാണ്. പക്ഷേ ഈ സെക്രട്ടറി നടയിൽ ഉയർന്നു കേൾക്കുന്നത് ചില മുദ്രാവാക്യങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ആശാവർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ നൽകുക. ഇങ്ങനെ ഭക്തിസാന്ദ്രമായ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് ഇന്ന് ആശാവർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 32 ദിവസമായി എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അടക്കം ഇവിടെ എത്തി ഇവർക്ക് പ്രതിഷേധ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ആവശ്യ സാധനങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു എന്നുള്ളതാണ്, നൽകുമെന്ന് അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പൊങ്കാല തന്നെയാണ് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം. ചേച്ചി എവിടെന്നാ വരുന്നേ? പ്രതിഷേധ പൊങ്കാല തന്നെയാണ്. പ്രതിഷേധ പൊങ്കാലയാണ്, ഞങ്ങളുടെ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പൊങ്കാലയാണ്. പക്ഷെ ഞങ്ങളുടെ ഇതെങ്കിലും കണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള മനസ്സിലൊരു മാറ്റം വന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഓണറിനെയും കിട്ടണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ജോലി ചെയ്യുന്ന കൂലിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ അതായത് ആവശ്യങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത്, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി. അപ്പോൾ സർക്കാരിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണോ ഈ ഒരു പൊങ്കാല? അങ്ങനെയാണ്. അങ്ങനെയെങ്കിലും മന്ത്രിക്ക് ഒരു അലിവ് തോന്നണമെന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. ഇന്ന് 31ാമത്തെ ദിവസമാണ്, 32ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയും വെയിലത്തും ചൂടത്തും ഞങ്ങൾ 31 ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, രായും പകലും. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ശ്രീമതി വീണ ജോർജിന്റെ മനസ്സിനൊരു അലിവ് വരണം. ഞങ്ങളും അതിനു വേണ്ടിയിട്ടുണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം, അവരുടെ മനസ്സിനൊരു അലിവ് ഉണ്ടാവണേന്ന്. ശ്രുതി ആരി, അതായത് ഓരോ ആഗ്രഹ സാഫല്യങ്ങൾക്ക് വേണ്ടിയാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. പക്ഷേ ഇവിടെയും അവർ ഈ ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തിനപ്പുറം സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഒരു അനുഗ്രഹം കിട്ടട്ടെ അല്ലെങ്കിൽ ലഭിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആ ആഗ്രഹം സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊങ്കാല അർപ്പിക്കൽ എന്നുള്ളതാണ് അവർ പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ആറ്റുകാല പൊങ്കാല ഇടാൻ വരുന്നവർ തന്നെയാണ്. ഇവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, സാധാരണ എല്ലാ കൊല്ലവും പൊങ്കാല ഇടുന്നുണ്ടോ? പൊങ്കാല ഇടുന്നത് നമ്മൾ ആറ്റുകാലമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെന്തിട്ടയിലോ അല്ലെങ്കിൽ കിള്ളിപ്പാലത്തിൻ്റെ കൂടെ ചാല ഭാഗത്തോട്ടൊക്കെയാണ് എല്ലാവരും പോകാറുള്ളത്. ഇപ്പം മിക്കവരും സെക്രട്ടറിയുടെ നടയിലായി. ഞങ്ങളും പ്രതിഷേധം തന്നെയാണ്. പ്രതിഷേധമല്ല, ഞങ്ങൾ മനസ്സറിഞ്ഞ് ഈ ഭരണകൂടത്തിന് നല്ലൊരു മനസ്സ് മാറ്റം ഉണ്ടാവാനും നമ്മുടെ നാടിനൊരു ഐശ്വര്യം ഉണ്ടാവാനും വേണ്ടി മനസ്സറിഞ്ഞ് 32 ദിനരാത്രങ്ങളുടെ എന്താ പറയുക വ്രതശുദ്ധിയോടുള്ളൊരു പൊങ്കാലയാണ് അമ്മമാർക്കുള്ളത് ഇവിടെ. ഇത് തന്നെയാണ്, അതായത് ആഗ്രഹ സാഫല്യം, ഒരു പ്രതിഷേധത്തിനപ്പുറം തങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകട്ടെ, ലഭിക്കട്ടെ എന്ന് പറയുന്ന ഒരു പൊങ്കാല. എന്തൊക്കെയാണ് അമ്മയ്ക്ക് വേണ്ടി നിവേദ്യമായി അർപ്പിക്കുന്നത്? എന്തൊക്കെയാണ്? മണ്ടപ്പൊറ്റും പൊങ്കാലയും തെരളിയും. സർക്കാരിന് കൂടി അർപ്പിക്കുകയാണോ അത്? സർക്കാരും കനിയണം, അതും ആണ് ഞാൻ അമ്മയുടെ പ്രാർത്ഥിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ 10ഓളം നിവേദ്യങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് അർപ്പിക്കുന്നത്. അതിൽ മണ്ടപ്പുറ്റുണ്ട്, തെരളിയുണ്ട്, പായസം, വിവിധതരം പായസങ്ങളുണ്ട്, വെള്ളപ്പായസം, കടും പായസം, ഇങ്ങനെയൊക്കെയുണ്ട്. മൺകലത്തിലാണ് സാധാരണഗതിയിൽ പൊങ്കാല അർപ്പിക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് കൂടി ഒരു അർപ്പണമായി മാറുകയാണ് ഈ പൊങ്കാല. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നൽകട്ടെ, അല്ലെങ്കിൽ നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് സംസ്ഥാന സർക്കാരിനുണ്ടാകട്ടെ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 32 ദിവസമായി 31 ദിനരാത്രങ്ങളായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആശാവർക്കർമാർ ഇവിടെ സമരം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിനോ അല്ലെങ്കിൽ ഒരു സംവാദത്തിനോ ഒരു ചർച്ചയ്ക്കോ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു പൊങ്കാലയിലൂടെയെങ്കിലും അമ്മയുടെ മനസ്സലിയുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ മനസ്സും അലിയട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആശാ പൊങ്കാല തന്നെയാണല്ലേ? ഈ അമ്മയുടെ മനസ്സ് അലിയും പോലെ സർക്കാരിന്റെ മനസ്സ് അലിയട്ടെ എന്നാണോ? അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എത്ര ദിവസമായി ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്?
ഞാൻ ഇവിടെ തിരുവനന്തപുരത്തു നിന്നാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ രാപ്പകലുണ്ട്. എൻ്റെ കൂടെയുള്ള ആശ രാപ്പകൽ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടി നിവേദ്യമായി അർപ്പിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ വർഷം ചെയ്യുമ്പോൾ പോലെ 5 കലത്തിൽ പൊങ്കാല ഇടുന്നുണ്ട്. പ്രതിഷേധ പൊങ്കാലയും കൂടിയാണ്. എന്താ പ്രതിഷേധം എന്ന് പറയുന്നില്ല, സർക്കാരിൻ്റെ മനസ്സലിയിട്ടെ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രതിഷേധ പൊങ്കാല ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. സർക്കാരിൻ്റെ മനസ്സലിയാൻ, സർക്കാരിൻ്റെ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു പൊങ്കാല, അങ്ങനെയാണ് എന്തായാലും ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഏകദേശം 100ഓളം ആശാവർക്കർമാരുണ്ട്. ആര്യ, ശ്രുതി, ഇവർക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. വരും സമയങ്ങളിൽ ഏകദേശം 10 മണിയോടുകൂടിയാണ് പൊങ്കാല അടുപ്പിൽ 32 ദിനരാത്രങ്ങൾ എടുത്ത വ്രതാനുഷ്ഠാനത്തോട് കൂടിയിട്ടുള്ളതാണ് അവരുടെ പൊങ്കാല എന്നുള്ളതാണ്. കാരണം വലിയ പ്രതീക്ഷയും പ്രാർത്ഥനയുമുണ്ട് അവർക്ക്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, അവർ പ്രതിഷേധ പൊങ്കാലയല്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അതേ സംബന്ധിച്ച് മനസ്സലിയട്ടെ, ആറ്റുകാലമ്മയുടെയും സർക്കാരിന്റെയും മനസ്സലിയണം എന്നാണ് അവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കട്ടെ സർക്കാർ ഈ പൊങ്കാലയോട് കൂടി തന്നെ, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ അപ്പോൾ ഇനിയും വിശേഷങ്ങളുണ്ട്. ആറ്റുകാലിലെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇനിയുള്ള മണിക്കൂറുകളാണ്. അതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്.